നമുക്ക് ആയിരക്കണക്കിന് വർഷം പിന്നോട്ടൊന്ന് പോയി നോക്കിയാലോ? വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നൊരു മൈതാനത്തേക്ക്. അവിടെ ഒരു വലിയ യോദ്ധാവ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇതാണ് ഭഗവദ്ഗീത. അതിലെ പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ നേരിട്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ ജോലിയിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ, ചിലപ്പോൾ ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഭഗവദ്ഗീത തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കഥയിലെ നായകൻ അർജുനൻ ഒരു സാധാരണ പോരാളിയല്ല. ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച യോദ്ധാക്കളിൽ ഒരാളാണ്. ജീവിതകാലം മുഴുവൻ ധർമ്മത്തിനു വേണ്ടി നിലകൊണ്ട ഒരാൾ. പക്ഷെ ഇന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അദ്ദേഹം എതിരിടേണ്ടത് സ്വന്തം കുടുംബക്കാരെയും ഗുരുക്കന്മാരെയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അവസ്ഥ. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളുകൾക്കെതിരെ വാളെടുക്കേണ്ടി വരുന്നു. ഇതൊരു സാധാരണ യുദ്ധമല്ലായിരുന്നു അർജുനന്. അദ്ദേഹത്തിന്റെ ലോകം തന്നെ കീറിമുറിക്കുന്ന ഒരു വലിയ ധാർമ്മിക പ്രതിസന്ധിയായിരുന്നു അത്. അർജുനൻ ആകെ തകർന്നുപോകുകയാണ്. മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ യുദ്ധത്തിന്റെ ഭീകരത ഓർത്തിട്ട് അദ്ദേഹം തന്റെ തേരിലിരുന്ന് തളർന്നുപോകുന്നു. ജയിച്ചാൽ പോലും നഷ്ടം മാത്രം ബാക്കിയാവുന്ന ഒരു യുദ്ധം ചെയ്തിട്ട് എന്ത് കാര്യം? അദ്ദേഹത്തിന്റെ വേദന നമുക്കിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഗീതയിലെ പ്രധാന പ്രശ്നം. നമ്മുടെ കടമയും നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ഈയൊരു നിസ്സഹായ അവസ്ഥയിലാണ് അർജുനൻ തന്റെ തേരാളിയായ കൃഷ്ണനോട് ഒരു ഉപദേശത്തിനായി ചോദിക്കുന്നത്. അപ്പോ ഈയൊരു സങ്കടത്തിന് കൃഷ്ണൻ കൊടുക്കുന്ന ആദ്യത്തെ മറുപടി എന്താണെന്നറിയുമോ? അത് അർജുനന്റെ ദുഃഖത്തിന്റെ ആണിക്കല്ലിളക്കുന്ന ഒന്നായിരുന്നു. മരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ തന്നെ കൃഷ്ണൻ മാറ്റിമറിക്കുകയാണ്. കൃഷ്ണൻ ഇവിടെ ആത്മൻ എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത് താൽക്കാലികമാണ്. പക്ഷേ ഓരോ ശരീരത്തിനുള്ളിലും വസിക്കുന്ന ആത്മാവ്, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ഞാൻ എന്നത്, അത് നശിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതിന് ജനനമോ മരണമോ ഇല്ല. ഈയൊരാശയം ഭയങ്കര രസകരമാണല്ലേ? കൃഷ്ണൻ പറയുന്നത് മരണം ഒന്നിന്റെയും അവസാനമല്ല, അതൊരു മാറ്റം മാത്രമാണ് എന്നാണ്. നമ്മൾ പഴയ കീറിയ വസ്ത്രം മാറ്റി പുതിയതൊന്ന് ഇടുന്നതുപോലെ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകുന്നു. അത്രയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാലെന്താ? നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തെ നശിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിനാണീ ദുഃഖം? യുദ്ധത്തിലെ കൊല്ലലെന്നത് ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, അനശ്വരമായ ആത്മാവിനെയല്ല. ഇതായിരുന്നു അർജുനന്റെ ദുഃഖത്തിനുള്ള കൃഷ്ണന്റെ ആദ്യത്തെ പരിഹാരം. ശരി, ആത്മാവ് അനശ്വരമാണെന്ന് വയ്ക്കാം. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയുടെ വേദനയോ? അതിനെന്ത് ചെയ്യും? ഇവിടെയാണ് കൃഷ്ണൻ രണ്ടാമത്തെ വലിയ ആശയത്തിലേക്ക് വരുന്നത്: കർമ്മയോഗം. അതായത് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിൽ ആശയില്ലാതെ പ്രവർത്തിക്കുക. കൃഷ്ണൻ പറയുന്നു, നമ്മുടെ മിക്ക ദുരിതങ്ങളുടെയും കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങളിലുള്ള നമ്മുടെ ആസക്തിയാണ്. എപ്പോഴും ജയത്തെക്കുറിച്ച് ചിന്തിക്കുകയും തോൽവിയെ പേടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ടെൻഷന്റെ ഒരു വലയിൽ പെട്ടുപോകും. പക്ഷേ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാലോ? ഇതാണ് കർമ്മയോഗത്തിന്റെ കാതൽ. ഫലം എന്തു തന്നെയായാലും ശരിയായ കാര്യം ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ പ്രവൃത്തി ഏറ്റവും നന്നായി ചെയ്യുന്നതിലായിരിക്കണം, അതിൽ നിന്ന് എന്ത് കിട്ടുമെന്നതിലായിരിക്കരുത്. ഇത് നമ്മുടെ പ്രവൃത്തികളെ ഒരു ഭാരമല്ലാതാക്കി മാറ്റും. ഇതൊരു കലാകാരൻ ആളുകളുടെ കൈയടിക്ക് വേണ്ടിയല്ലാതെ കലയ്ക്ക് വേണ്ടി മാത്രം ഒരു സൃഷ്ടി നടത്തുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ പണത്തിനു വേണ്ടിയല്ലാതെ രോഗിയെ രക്ഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നതുപോലെ. മഹാത്മാഗാന്ധിയെപ്പോലുള്ളവർക്ക് പോലും സ്വാതന്ത്ര്യസമരത്തിൽ പ്രചോദനമായത് ഈ തത്വമാണ്. ഇത് നമ്മുടെ ജോലിയെ ഒരു ഭാരമായിട്ടല്ല, ഒരു ലക്ഷ്യമായി കാണാൻ നമ്മളെ സഹായിക്കും. പക്ഷേ കടമയും നിസ്വാർത്ഥതയും മാത്രം മതിയോ? ഇവിടെയാണ് കൃഷ്ണൻ ഏറ്റവും ആഴത്തിലുള്ള അവസാനത്തെ ഒരു പരിഹാരം കൂടി മുന്നോട്ട് വയ്ക്കുന്നത്: ഭക്തിയുടെ പാത. ഇതുവരെ അർജുനൻ കണ്ടത് തന്റെ സുഹൃത്തും വഴികാട്ടിയുമായ കൃഷ്ണനെയാണ്. പക്ഷെ ശരിക്കും ആരാണ് ഈ കൃഷ്ണൻ? അദ്ദേഹം തന്റെ യഥാർത്ഥ ദിവ്യരൂപം വെളിപ്പെടുത്താൻ പോകുകയായിരുന്നു. ഒരു നിമിഷം അതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ദേവന്മാർ, അസുരന്മാർ, ജനനം, മരണം, എല്ലാം ഒരേ സമയം ഒരൊറ്റ രൂപത്തിൽ നിങ്ങൾ കാണുന്നു. അത് മനുഷ്യന്റെ ഭാവനയ്ക്കും അപ്പുറത്തുള്ള, ഒരേ സമയം ഭയപ്പെടുത്തുന്നതും അതിമനോഹരവുമായ ഒരു കാഴ്ചയായിരുന്നു. അർജുനന്റെ തന്നെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ആ കാഴ്ചയുടെ ഭീകരതയും മഹത്വവും ഊഹിക്കാൻ പറ്റും. ആ ദിവ്യരൂപം കണ്ടപ്പോൾ ഭയവും ഭക്തിയും കാരണം അദ്ദേഹം വിറച്ചുപോയി. അപ്പോൾ ആരാണ് കൃഷ്ണൻ? വെറുമൊരു ദൈവം മാത്രമല്ല, എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആ പരമമായ സത്യമാണ്. സൃഷ്ടിയും സംഹാരവും, നല്ലതും ചീത്തയും എല്ലാം അതിൽ നിന്ന് തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുന്നു. അപ്പോ ഇതാണ് ഭക്തിയോഗം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും
വലുതായാലും ചെറുതായാലും ആ വലിയ ശക്തിക്കുള്ള ഒരു സമർപ്പണമായി മാറുമ്പോൾ പിന്നെ ജയവും തോൽവിയുമൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ ജോലി ഒരു പ്രാർത്ഥന പോലെയാകും. ഈ അറിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അർജുനന്റെ മനസ്സ് മാറി. അദ്ദേഹം തന്റെ അവസാന തീരുമാനമെടുക്കാൻ തയ്യാറായി. ആത്മാവിനെയും കർമ്മത്തെയും ദൈവത്തെയും കുറിച്ചുള്ള ഈ പുതിയ അറിവ് കിട്ടിയപ്പോൾ അർജുനൻ യുദ്ധം ചെയ്യാനുള്ള തന്റെ കടമയെ അംഗീകരിച്ചു. അത് ഭയത്തിൽ നിന്നോ വെറുപ്പിൽ നിന്നോ അല്ല, മറിച്ച് വലിയൊരു സത്യം മനസ്സിലാക്കിയതിന്റെ ധൈര്യത്തിൽ നിന്നായിരുന്നു. ഇതാണ് ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൃഷ്ണൻ ഒരിടത്തും അർജുനനെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. അറിവ് നൽകിയ ശേഷം നീ ഇതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കുക, എന്നിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്നു പറഞ്ഞ് ആ തീരുമാനം അർജുനന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. അവസാനം ഗീത നമ്മളെല്ലാവരോടുമായി ആ ആദ്യത്തെ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. അർജുനൻ തന്റെ ഉത്തരം കണ്ടെത്തി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കുരുക്ഷേത്രങ്ങളിൽ ശരിയായ വഴി കണ്ടെത്താൻ ഗീതയിലെ ഈ ആശയങ്ങൾ നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നതാണ്.